ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അൻഷിബ ഒട്ടും തന്നെ കളിക്കുന്നില്ല, അല്ലെങ്കിൽ സർവാധികാരമാണ്, ഒരിടത്തിരുന്ന് മറ്റുള്ളവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കുകയാണ്, ഏതു നേരം നോക്കിയാലും ആ ഒരു ബെഡിൻ്റെ മേലെയാണെന്നുള്ള ഒരുപാട് ആരോപണങ്ങളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ അൻഷിബയെക്കുറിച്ച്. അതിനൊക്കെ തന്നെ ഒരു മറുപടി ആയിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു ഒരു ഗെയിം തന്നെയാണ് ഈ ഒരാഴ്ച കഴിഞ്ഞ 2 ദിവസമായിട്ട് അൻഷിബയുടെ ഭാഗത്തു നിന്നുള്ളത്. ഇന്ന് നമ്മളൊരു പുതിയ പ്രോമോ അടക്കം ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടു. അതായത് പവർ ടീമിനിട്ട് വട്ടം ചുറ്റുന്ന ഒരു അൻഷിബയാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അൻഷിബ ഇത്രയ്ക്ക് ബോൾഡായി കളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് ശരിക്കും പറഞ്ഞാൽ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം എല്ലാവരും എഴുതി തള്ളിയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അൻഷിബ. കാരണം അൻഷിബയ്ക്ക് അത് ഈ ബിഗ് ബോസ് ഷോയിലേക്കുള്ള ഒരു പൊട്ടൻഷ്യൽ ഇല്ലെന്ന് പോലും നമ്മൾ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമായിരുന്നു ഇതുവരെ അൻഷിബയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരെയും മാറ്റി ചിന്തിക്കുന്ന തരത്തിലുള്ള ഗെയിമാണ് ഇപ്പോൾ അൻഷിബ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ആരുടെയും വേലക്കാരിയല്ല, നിങ്ങൾ പറയുന്ന സമയത്തൊന്നും എന്നെക്കൊണ്ട് ഒരു പണിയും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തുറന്നടിച്ചുള്ള മറുപടിയാണ് അൻഷിബ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പവർ ടീമിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം അവരുടെ പവർ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അൻഷിബ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പവർ ടീമിനെതിരെ സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അൻഷിബ മാത്രമല്ല, പല മറ്റ് കണ്ടസ്റ്റൻസും പവർ ടീമിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹൗസിൽ കണ്ടത്. എന്തായാലും ഇന്നത്തെ ദിവസം തീർച്ചയായും വളരെ വലിയൊരു ബിഗ് ബോസിൻ്റെ ഷോയിൽ തന്നെ പവർ ടീമിൻ്റെ ഗതിയെ തന്നെ മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള ഗെയിം ആയിരിക്കും അൻഷിബയുടെ ഭാഗത്ത് എന്നാണ് നമുക്കൊരു പ്രോമോ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് നിങ്ങൾ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അൻഷിബയുടെ പെട്ടെന്നുള്ള ഈ ഒരു മാറ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. ഒരു ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക്